തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം. ഇസ്രായേലിന്റെ തിരിച്ചുവരവ്. കർത്താവ് അരുൾ ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എന്റെ ജനവുമായിരിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിദൂരത്തിൽ നിന്നും കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്തു നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് പോകാം എന്ന് എഫ്രായിം മലപ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. കർത്താവ് അരുൾ ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ, ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ. കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ. ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടം ആയിരിക്കും അവർ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എന്റെ ആദ്യജാതനും. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവർ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവൻ സിയോൻ മലയിലേക്ക് വരും. കർത്താവിന്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമായി മാറ്റും, അവരെ ദുഃഖകരമായി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും, എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എന്റെ ജനം സംതൃപ്തരാകും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം, വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം. റാഫേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കൾ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്, നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുൾ ചെയ്യുന്നു, എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങ് എന്നെ ശിക്ഷിച്ചു. മുഖം വയ്ക്കാത്ത കാളക്കുട്ടിക്കെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരയണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എന്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴി തെറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റു മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു. ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. യൗവനത്തിലെ അപമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. എഫ്രായിം എന്റെ വത്സലപുത്രനല്ലേ, എന്റെ പൊന്നോമന കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം
അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. കൈ ചൂണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ചു. നീ കടന്നുപോയ വഴി നിന്നോ നന്നായി മനസ്സിൽ ഉറപ്പിക്കുക. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക. നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക. അവിശ്വസ്തിയായ മകളെ, നീ എത്രനാൾ അലഞ്ഞു തിരിയും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. പുതിയ ഉടമ്പടി. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. യൂദാദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ, നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും. യൂദയായാലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു. എൻ്റെ ഉറക്കം സുഖകരമായിരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാകുന്ന കാലം വരുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവളർത്താനും ശ്രദ്ധിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. ഓരോരുത്തരും അവനവന്റെ അകൃത്യ നിമിത്തമാണ് മരിക്കുക. പച്ചമുന്തിരിങ്ങ തിന്നുന്നവന്റെ പല്ലു പുളിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തോട് യൂദാ ഗോത്രത്തോടും ഞാൻ പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു. ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നാമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പമെന്നെ എല്ലാവരും എന്നെ അറിയുന്നു. കർത്താവ് അരുൾ ചെയ്തു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും. അവരുടെ പാപം മനസ്സിൽ വെക്കുകയില്ല. പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രിയിൽ പ്രകാശിക്കാൻ ചന്ദ്രനെയും നൽകുന്ന, കടലിനെ ഇളക്കി അലകളെ അലറിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവ് എന്ന നാമം ധരിക്കുന്ന കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ നിശ്ചിത സംവിധാനത്തിന് എൻ്റെ മുൻപിൽ ഇളക്കം വന്നാൽ മാത്രമേ ഇസ്രായേൽ സന്തതി ഒരു ജനത എന്ന നിലയിൽ എൻ്റെ മുൻപിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞു പോവുകയുള്ളൂ. കർത്താവ് അരുൾ ചെയ്യുന്നു. മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. കർത്താവ് അരുൾ ചെയ്യുന്നു. ഹനാനേൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ വീണ്ടും കർത്താവിനു നഗരം പണിയുന്ന കാലം വരും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. നഗരത്തിന്റെ അതിർത്തി ഗരേബ് കുന്നുവരെ നേരെ ചെന്ന് ഗോവാഹിലേക്ക് തിരിയും. മൃതശരീരങ്ങളുടെയും ചാരത്തിന്റെയും താഴ്വരയും കെദ്രോൻ അരുവി വരെയുള്ള വയലുകളും കിഴക്ക് അശ്വ കവാടത്തിന്റെ മൂല വരെയുള്ള സ്ഥലവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെടും. ഇനി ഒരിക്കലും അത് നശിപ്പിക്കപ്പെടുകയില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം. നിലം വാങ്ങുന്നു. യൂദാ രാജാവായ സെദെക്കിയായുടെ ഭരണത്തിന്റെ 10-ാം വർഷം, നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 18-ാം വർഷം കർത്താവിൽ നിന്ന് ജെറമിയായ്ക്ക് അരുളപ്പാടുണ്ടായി. അക്കാലത്ത് ബാബിലോൺ സൈന്യം ജെറുസലേമിനെ ഉപരോധിക്കുകയായിരുന്നു. അന്ന് ജെറമിയ പ്രവാചകൻ യൂദാ രാജാവിന്റെ കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള കാരാഗൃഹത്തിലായിരുന്നു. അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുമ്പോൾ യൂദാ രാജാവായ സെദെക്കിയ ഇപ്രകാരം ചോദിച്ചു: ഈ നഗരത്തെ ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. അവൻ അത് കീഴടക്കുകയും ചെയ്യും. കൽദായരുടെയും കയ്യിൽ നിന്ന്
യൂദാ രാജാവായ സെദക്കിയ രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അകപ്പെടുക തന്നെ ചെയ്യും. അവനെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യും. അവൻ സെദക്കിയായെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കുന്നത് വരെ അവൻ അവിടെ ആയിരിക്കും. നിങ്ങൾ കൽദായരോട് യുദ്ധം ചെയ്താലും വിജയിക്കുകയില്ല എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് നീ എന്തിന് പ്രവചിച്ചു? ജെറമിയ പറഞ്ഞു, കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നിന്റെ പ്രതി സഹോദരനായ ഷല്ലൂമിന്റെ പുത്രൻ ഹനാമേൽ അനാത്തോത്തിലുള്ള എന്റെ സ്ഥലം വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം നിന്റേതാണ് എന്ന് നിന്നോട് വന്ന് പറയും. കർത്താവ് അരുൾ ചെയ്തതുപോലെ എന്റെ പിതൃസഹോദരപുത്രൻ ഹനാമേൽ കാരാഗൃഹത്തിൽ എന്റെ അടുക്കൽ വന്നു. ബെഞ്ചമിന്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എന്റെ സ്ഥലം നീ വാങ്ങുക. അത് വാങ്ങാനുള്ള അവകാശം ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന നിലയ്ക്ക് നിന്റേതാണ്. നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു. അത് കർത്താവിന്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് എന്റെ പ്രതി സഹോദരനിൽ നിന്ന് അനാത്തോത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി. അതിന്റെ വില 17 ഷെക്കൽ വെള്ളി ഞാൻ തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്ര വെച്ചു. സാക്ഷി ഒപ്പുവെച്ച ശേഷം വില തുലാസിൽ വെച്ച് തൂക്കി അവന് കൊടുത്തു. അങ്ങനെ നിയമവും നാട്ടുനടപ്പും അനുസരിച്ചു മുദ്രവെച്ച ആധാരവും അതിന്റെ പകർപ്പും ഞാൻ വാങ്ങി. എന്റെ പിതൃ സഹോദരി പുത്രനായ ഹനാമേലിന്റെയും ആധാരത്തിൽ ഒപ്പുവെച്ചവരുടെയും കാരാഗ്രഹത്തിന്റെ നടുമുറ്റത്ത് സന്നിഹിതരായിരുന്ന എല്ലാ യഹൂദരുടെയും സാന്നിധ്യത്തിൽ മക്സയായുടെ പുത്രനായ നേരിയായുടെ മകൻ ബാറൂക്കിന്റെ കയ്യിൽ ഞാൻ ആധാരം കൊടുത്തു. അവരുടെ സാന്നിധ്യത്തിൽ ഞാൻ ബാറൂക്കിനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, മുദ്രവെച്ച ആധാരവും അതിന്റെ പകർപ്പും ഏറിയ കാല ഭദ്രമായിരിക്കേണ്ടതിന് ഒരു മൺഭരണിയിൽ സൂക്ഷിക്കുക. ഈ ദേശത്ത് വീടുകളും വയലുകളും മുന്തിരിത്തോട്ടങ്ങളും ഇനിയും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. ആധാരം നേരിയായുടെ മകൻ ബറൂക്കിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവെ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങയ്ക്ക് അസാധ്യമല്ല. അങ്ങ് 1000 തലമുറകളോട് കാരുണ്യം കാണിക്കുന്നു. എന്നാൽ പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോടും പകരം വീട്ടുകയും ചെയ്യുന്നു. ശക്തനും പ്രതാപവാനുമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ബലവാനുമാണ്. ഓരോരുത്തർക്കും അവനവന്റെ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിലും ഇന്നോളം അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് അവിടുന്ന് പ്രസിദ്ധനായി. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അടയാളത്താലും അത്ഭുതങ്ങളാലും ഭുജബലത്താലും ഭീതിതമായ പ്രവൃത്തിയാലും ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. അവരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പാലും തേനും ഒഴുകുന്ന ഈ ദേശം അങ്ങ് അവർക്ക് കൊടുത്തു. അവർ വന്ന് അത് കൈവശപ്പെടുത്തി. എങ്കിലും അവർ അങ്ങയുടെ വാക്ക് കേൾക്കുകയോ നിയമമനുസരിക്കുകയോ ചെയ്തില്ല. അങ്ങ് ചെയ്യാൻ കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതിനാൽ ഈ തിന്മകളെല്ലാം അവരുടെ മേൽ അങ്ങ് വരുത്തി. ഇതാ, നഗരം പിടിച്ചടക്കാൻ കൽദായർ ഉപരോധദുർഗം നിർമ്മിച്ച് ആക്രമിക്കുന്നു. വാളും ക്ഷാമവും പകർച്ചവ്യാധി നിമിത്തം ഈ നഗരം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അരുളി ചെയ്തതെല്ലാം സംഭവിച്ചത് അങ്ങ് കാണുന്നുണ്ടല്ലോ. കൽദായരുടെ കരങ്ങളിൽ നഗരം ഏൽപ്പിക്കപ്പെട്ടിട്ടും സാക്ഷികളെ മുന്നിൽ നിർത്തി നിലം വിലയ്ക്ക് വാങ്ങുക എന്ന് ദൈവമായ കർത്താവെ അങ്ങ് എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ കർത്താവ് ജെറമ്യായോട് അരുൾ ചെയ്തു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ നഗരം കൽദായരുടെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അത് കീഴടക്കും. ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായർ കടന്നു വന്ന് നഗരത്തിന് തീവയ്ക്കും. നഗരത്തിൽ
ഏതെല്ലാം ഭവനങ്ങളുടെ മേൽക്കൂരകളിൽ വെച്ച് എന്നെ പ്രകോപിപ്പിക്കാനായി ബാലിന് ധൂപവും അന്യദേവന്മാർക്ക് പാനീയബലിയും അർപ്പിച്ചുപോ അവയും ഞാൻ നശിപ്പിക്കും. ഇസ്രായേൽ മക്കളും യൂദയായുടെ മക്കളും ചെറുപ്പം മുതലേ എൻ്റെ സന്നിധിയിൽ തിന്മ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ കരവേല കൊണ്ട് എൻ്റെ കോപത്തെ വർദ്ധിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, പണിയപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഈ നഗരം എൻ്റെ കോപവും ക്രോധവും ജ്വലിപ്പിക്കുകയായിരുന്നു. ഇതിനെ ഞാൻ എൻ്റെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റും. ഇസ്രായേലിന്റെ സന്തതികളും യൂദയായുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂദയായിലെ ജെറുസലേമിലെ നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രുദ്ധനാക്കി. അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത്. ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. എന്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളക്കിന് അഗ്നിയിൽ ആഹുതി ചെയ്യാൻ ബെൻഹിനാം താഴ്വരയിൽ ബാലിന്റെ പൂജാഗിരികൾ നിർമ്മിച്ചു. ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല. ഈ മ്ലേച്ഛ പ്രവൃത്തി വഴി യഹൂദരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ ഉദിച്ചതുപോലുമില്ല. യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. ഞാൻ ഉഗ്രകോപത്താൽ അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നെല്ലാം അവരെ ഒരുമിച്ച് കൊണ്ടുവരും. ഞാൻ അവരെ സുരക്ഷിതരാക്കും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിനും ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും നൽകും. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിന് ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു. കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങൾ വാങ്ങും. അവർ ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലും യൂദയായിലും മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗേബിലുള്ള പട്ടണത്തിലും നിലങ്ങൾ വിലയ്ക്ക് വാങ്ങി ആധാരമെഴുതി മുദ്രവെച്ച് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിവിക്കും. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകും. കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം. വീണ്ടും വാഗ്ദാനം. ജെറമിയ തടവറയിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുൾ ചെയ്തു. ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവ് എന്നാണ്, അരുൾ ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കധീനമായി മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഉപരോധ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്നും പൊളിച്ചെടുത്ത വീടുകളെയും യൂദാ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കൽദായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക. കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും. എന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. യൂദായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും. എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവർ എന്നോട് മറുതലച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെ മുൻപാകെ ഈ നഗരം എനിക്കും സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും. ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും
കണ്ട് അവർ ഭയന്ന് വിറയ്ക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് യൂദാ നഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലേം തെരുവീഥികളിലും വീണ്ടും സന്തോഷധ്വനികളും ആനന്ദാഘോഷവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്നും പാടിക്കൊണ്ട് കീർത്തനത്തിന്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരുന്നവരുടെ ആരവവും ഇനിയും മാറ്റിലുകൊള്ളും. ഞാൻ ദേശത്തിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സൈന്യങ്ങളെ കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിന്റെ എല്ലാ നഗരങ്ങളിലും മേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടും ഉണ്ടാകും. മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗബിലുള്ള പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിന്റെ പ്രാന്തപ്രദേശങ്ങളിലും യൂദയായുടെ പട്ടണങ്ങളിലും ഇടയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മൂളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദാ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നും ഉണ്ടായിരിക്കും. എന്റെ സന്നിധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിന ബലികളും അർപ്പിക്കാൻ ലേവ്യ പുരോഹിതനും ഉണ്ടായിരിക്കും. ജെറമ്യായ്ക്കും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുൾ ചെയ്യുന്നു, പകലും രാത്രിയും ഇല്ലാതാകത്തക്ക വിധം പകലിനോടോ രാത്രിയോടും ഉള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യരോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ ദാവീദിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവ് ജെറമ്യായോട് അരുൾ ചെയ്തു, തന്റെ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു. എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ, ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.